എമ്പുരാനെക്കാട്ടിയും റെക്കോർഡ് കളക്ഷൻ നേടും. അടിപൊളിയായിരുന്നു. ഓക്കെ ആയിരുന്നു. കുറവാണ് എന്നാലും കണ്ടിരിക്കാം. മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട്. അടിപൊളി പടം. സെറ്റ് ആണ്. 10 on 10 ടെസ്റ്റ്. ജോർജ് കുട്ടിക്ക് അടിപൊളിയായിരുന്നു. ലാലേട്ടൊക്കെ റോമാൻസ് ആയിരുന്നു. 3 തന്നെയായിരുന്നു അടിപൊളി. എനിക്ക് അടിപൊളി 3 ആയിരുന്നു. 500 അടിക്കോ? 500 അടിക്കും. അടിപൊളിയായിട്ടുണ്ട്. സകല റെക്കോർഡുകളും തൂക്കുന്ന തോന്നണോ? ഒരു പക്ഷെ തൂക്കാം. ഫോറിന് വേണ്ടി കട്ടായിട്ട്. അതെ കുറവാണ് എന്നാലും കണ്ടിരിക്കാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ പഠനങ്ങളൊക്കെ അതൊന്നും പറയാനില്ല. അത് ഗംഭീരം. ഫോറിന് വേണ്ടിട്ട് ഒരു കട്ട വെയിറ്റിംഗ് ഉണ്ട്. ടിസ്റ്റുകളൊക്കെ എങ്ങനെ വർക്കൗട്ടായോ? ടിസ്റ്റുകള് പ്രത്യേകിച്ച് അധികം ടിസ്റ്റുകളില്ല. പിന്നെ സെക്കൻഡ് ഹാഫാണ് ഇതിന് കൂടി ഭേദം ഫസ്റ്റ് ഹാഫിനെക്കാളും. 1 2 വെച്ച് നോക്കുമ്പോൾ 1 2 ആണ് ഭേദം 3-നേക്കാളും. എക്സ്പെക്ടേഷനൊക്കെ മീറ്റ് ചെയ്ത്. പിന്നെ എല്ലാം കൂടി നല്ലതായിരുന്നു. റെക്കോർഡുകളൊക്കെ തൂക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? റെക്കോർഡുകൾ തൂക്കുന്ന പ്രതീക്ഷയുണ്ട്. സൂപ്പർ. 1 2 വെച്ച് നോക്കുമ്പോ 1 2 ഒക്കെ വെച്ച് നോക്കുമ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. 4 ഉണ്ട്. ടിസ്റ്റുകളൊക്കെ എങ്ങനെ തകർത്തോ? അടിപൊളി. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഓക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ട് അടുത്തതിനെ പ്രതീക്ഷിച്ചു. ദൃശ്യം 4 വെയിറ്റ് ആണ്. അതെ. 2-നേക്കാളും 1-നേക്കാളും അപേക്ഷിച്ച് ഒന്നിന് മെച്ചം. അതെ. എങ്ങനെ പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെ ലാലേട്ടൻ ഞെട്ടിച്ചോ? അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞെട്ടിച്ചു. ടിസ്റ്റ് കണ്ടിട്ട് കിളി പോയി. അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. 4ാം ഭാഗം ഉണ്ടെങ്കിൽ കാത്തിരിക്കണം. ഉണ്ടെങ്കിൽ സന്തോഷം. നല്ല പടമായിരുന്നു. പിന്നെ ഓഡിയൻസ് ഒക്കെ നൈസായിരുന്നു. ടിസ്റ്റുകളുടെ ഒക്കെ ടിസ്റ്റ് എല്ലാം ദൃശ്യം 1 ദൃശ്യം അതേപോലെ നൈസായിരുന്നു. അടിപൊളി. എല്ലാം അതേപോലെ നിന്നാലും രസമുണ്ടായിരുന്നു. എൻഡിങ് ഒക്കെ ഉടുക്കത്തെ അടിപൊളിയായിരുന്നു. നല്ല ത്രില്ലിംഗ് ആയിരുന്നു. അടിപൊളി സാധനം. ലാലേട്ടൻ നോക്കി 500 കോടി മേളിൽ കയറും എന്തായാലും. എമ്പുരാനെക്കാട്ടിയും റെക്കോർഡ് കളക്ഷൻ നേടും എന്തായാലും. ടിസ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇന്റർവെല്ലിന് ശേഷം ഒരാളുടെ വരവുണ്ട്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവാണ്.